നമ്മൾ വീണ്ടും നിലമ്പൂരിലെ വർണ്ണാഭമായ കാഴ്ചകളിലേക്ക് പോവുകയാണ്. കൊട്ടിക്കലാശത്തിന് ഇനി വളരെ കുറച്ച് സമയങ്ങൾ മാത്രമാണുള്ളത്. നമുക്ക് നേരെ പോകാം പ്രസാദ് ഉടുമ്പശ്ശേരിയിലേക്ക്. പ്രസാദിൻ്റെ ഒപ്പം നമ്മുടെ ന്യൂസ് ഡയറക്ടേഴ്സുമുണ്ട്. പ്രസാദ്, നമ്മൾ ഓരോ മുന്നണിയുടെയും കാഴ്ചകൾ കണ്ടു വരികയായിരുന്നു. ആരും ആവേശത്തിൽ പുറകിലല്ല, എല്ലാവരും ഒന്നിനൊന്നൊന്ന് മെച്ചപ്പെട്ട് തന്നെ നിൽക്കുന്നു. എന്താണെങ്കിലും അവിടെ വേറിട്ട് നിൽക്കുന്നത് PV അൻവറാണ്. അൻവർ ഇതൊന്നുമില്ലാത്ത ഒരു ബഹളങ്ങളും ഇല്ലാതെ അൻവർ മറ്റൊരു വഴിയെ സഞ്ചരിക്കുന്നു. പ്രസാദ്, ഈ അവസരത്തിൽ എങ്ങനെയാണ് ഈ പ്രചരണത്തിൽ ഓരോ മുന്നണികൾക്കും എത്രത്തോളം മുന്നേറ്റമൊക്കെയാണ് ഉണ്ടാക്കാൻ സാധിച്ചത്, ഒപ്പം അവിടുത്തെ കാഴ്ചകളും? സംഗീത, എല്ലാ മുന്നണികളും വളരെ ശക്തമായി പ്രവർത്തിച്ചു എന്നുള്ളത് തന്നെയാണ് ഈ പരസ്യ പ്രചരണത്തിൻ്റെ സമാപനത്തിലേക്ക് വരുമ്പോൾ നമുക്ക് പറയാനുള്ളത്. ഒരുപക്ഷെ ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത്, നേരത്തെ അജിത്ത് അത് വളരെ വ്യക്തമായി തന്നെ പറയുകയും ചെയ്തു, കേരളത്തിൽ തന്നെ ഇങ്ങനെ ഒരു പ്രചരണ സമാപനം ഏതെങ്കിലും ഒരു മുന്നണിയോ പാർട്ടിയോ നടത്തിയിട്ടുണ്ടോ എന്നുള്ള സംശയമാണ്. പറഞ്ഞു വരുന്നത് PV അൻവറിൻ്റെ പ്രചാരണമാണ്. കാരണം സാധാരണഗതിയിൽ ഒരു കൊട്ടിക്കലാശം നമ്മൾ കണ്ടതാണ്, ഒരു ഉത്സവ പ്രതീതിയിലാണ് പരസ്യ പ്രചാരണം എല്ലാ മുന്നണികളും അവസാനിപ്പിക്കാറുള്ളത്. പക്ഷേ ആദ്യമായാണ് ഒരു സ്ഥാനാർത്ഥി അങ്ങനെ ഈ പരസ്യ പ്രചരണത്തിൻ്റെ സമയം മാറ്റിവെച്ച് അത് കൂടുതൽ ആളുകളേക്ക് കാണാൻ വേണ്ടിയുള്ള ഒരു അവസരമാക്കി അതിനെ മാറ്റുന്നു എന്നുള്ളത്. ഒരുപക്ഷെ ഇനിയുള്ള തെരഞ്ഞെടുപ്പുകളിൽ മറ്റുള്ളവർക്ക് കൂടി മാതൃകയാക്കാവുന്ന അല്ലെങ്കിൽ അനുകരിക്കാൻ സാധ്യതയുള്ള ഒരു പ്രചരണ രീതി കൂടിയാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. എന്തായാലും എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്ത ഒരു തെരഞ്ഞെടുപ്പ്. വളരെ കുറഞ്ഞ സമയം മാത്രമാണ് ഈ ഉപതെരഞ്ഞെടുപ്പിൽ പ്രചാരണത്തിനായി ഉണ്ടായിരുന്നത്. ഈ ഒരു സമയത്തിൽ രാഷ്ട്രീയ വിവാദങ്ങൾ, പ്രാദേശിക പ്രശ്നങ്ങൾ എന്നിവയെല്ലാം തന്നെ ചർച്ച ചെയ്തു എന്ന് തന്നെ നമുക്ക് കരുതാം. മൂന്ന് മുന്നണികളും അക്കാര്യം പറയുകയും ചെയ്തു. നമ്മളോടൊപ്പം മലപ്പുറത്തെ നമ്മുടെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ തുടക്കം മുതൽ ഇതിൻ്റെ ഈ നിലമ്പൂരിൻ്റെ എല്ലാ പൾസും അറിയാവുന്ന ശാന്തകുമാർ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഇതിനകത്ത് എല്ലാ വിഷയങ്ങളും ഇവിടെ ചർച്ച ചെയ്തു എന്ന് തന്നെ പറയാൻ കഴിയും. അങ്ങനെ തന്നെ പറയാം. അതിനകത്ത് സംസ്ഥാനത്തിൻ്റെ ഭരണത്തെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ മണ്ഡലത്തിലെ വികസനത്തെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്. മണ്ഡലത്തിലെ രാഷ്ട്രീയത്തെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്. മണ്ഡലത്തിലെ ഓരോ സ്ഥാനാർത്ഥിയെക്കുറിച്ചും അവരുടെ രാഷ്ട്രീയത്തെക്കുറിച്ചും അവരുടെ വ്യക്തിപരമായ അവരുടെ മികവിനെയും കുറിച്ചും അവരുടെ പോരായ്മകളെ കുറിച്ചും ഒക്കെ ചർച്ച ചെയ്തിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് ഈ നിലമ്പൂർ അസംബ്ലി മണ്ഡലത്തിലുള്ളത്. അതിനകത്ത് യാതൊരു തർക്കവുമില്ല. പക്ഷേ ഇവയ്ക്കെല്ലാം അപ്പുറത്ത് വലിയൊരു പ്രചരണം, അത് LDF ആയാലും UDF ആയാലും അവർ അതെല്ലാം ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടുണ്ടായ ഒരു പ്രചരണം UDF നടത്തുന്നുണ്ടെങ്കിൽ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി LDF മികവുറ്റ മറ്റു വിധത്തിലുള്ള പ്രചരണം, അത് പെൻഷൻ വിതരണത്തിലെ മേന്മയുണ്ട്, അല്ലെങ്കിൽ സംസ്ഥാനത്തെ വികസന പ്രവർത്തനങ്ങളുടെ മേന്മയുണ്ട്. അത്തരം മേന്മകൾക്കെല്ലാം പ്രചരണം നടത്താൻ LDF കഴിഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ UDF ആണെങ്കിൽ UDFൻ്റെ പോരായ്മകളെ കുറിച്ച് പറയാനും ഏറ്റവും അവസാനം VD സതീശൻ പറഞ്ഞിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമിയുള്ള ബന്ധം, ഒപ്പം തന്നെ മറ്റ് പ്രാദേശികമായിട്ടുള്ള മറ്റ് വിഷയങ്ങൾ എല്ലാം ചർച്ച ചെയ്തിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട മണ്ഡലം തന്നെയാണ്. തെരഞ്ഞെടുപ്പ് പ്രചരണം തന്നെയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. BJPക്ക് ആണെങ്കിലും അതുപോലെ തന്നെയാണ്. BJP ആണെങ്കിലും അവർ അവസാന നിമിഷത്തിലാണ് ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നത്. ആ സ്ഥാനാർത്ഥിയെ ഒരു ക്രിസ്ത്യൻ നോമിനിയായിട്ടുള്ള സ്ഥാനാർത്ഥി വരുന്നു. വളരെ പെട്ടെന്നായിരുന്നു അത്തരമൊരു തീരുമാനത്തിലേക്ക് വരുന്നത്. അങ്ങനെ രാഷ്ട്രീയപരമായിട്ടുള്ള എല്ലാ പരീക്ഷണങ്ങളും നടത്താൻ കഴിയുന്ന ഒരു തെരഞ്ഞെടുപ്പായി, ഇല്ലെങ്കിൽ ഒരു മണ്ഡല ഉപതെരഞ്ഞെടുപ്പായിട്ട് നിലമ്പൂർ മാറിയിട്ടുണ്ടെങ്കിൽ അത് തർക്കമില്ല. ഒരു കാര്യം, ഇപ്പം PV അൻവർ ഇവിടുത്തെ കഴിഞ്ഞ 9 വർഷമായിട്ട് ഇവിടുത്തെ MLA ആണ്. LDFൻ്റെ ഭാഗമായിരുന്നു, MLA ആണ്. പക്ഷേ LDF പറയുന്നത് PV അൻവർ പോയതുകൊണ്ട് ഞങ്ങൾക്കൊന്നും സംഭവിക്കില്ല എന്ന് പറയുന്നു. UDF പറയുന്നത് അൻവർ തനിച്ച് മത്സരിച്ചതുകൊണ്ട് ഞങ്ങൾക്കൊന്നും സംഭവിക്കില്ല എന്ന് പറയുന്നു. 9 വർഷം വളരെ സജീവമായിരുന്നൊരു MLA ആണ് എന്നുള്ളതാണ് നമ്മൾ ഇവിടെ വരുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ PV അൻവറിന് എത്രത്തോളം സ്വാധീനം അല്ലെങ്കിൽ എത്രത്തോളം വോട്ട് പിടിക്കാൻ കഴിയുമെന്നാണ് ഇവിടെ നിന്ന് നമ്മൾ ഈ സാധാരണ ആളുകളുമായി അല്ലെങ്കിൽ ഇവിടുത്തെ വോട്ടർമാരുമായി ഒക്കെ നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ ഇവിടുത്തെ ആളുകളുമായിട്ട് കോൺടാക്ട് ചെയ്യുന്നതാണ്. അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. PV അൻവറിൻ്റെ സ്വാധീനം അല്ലെങ്കിൽ PV അൻവറിൻ്റെ സാന്നിധ്യം മണ്ഡലത്തിൽ അങ്ങനെ തള്ളിക്കളയാൻ കഴിയുന്നതേ അല്ല. അത് ഓരോ ദിവസവും തെരഞ്ഞെടുപ്പിൻ്റെ പോളിംഗിലേക്ക് അടുക്കുമ്പോൾ, ഇപ്പോൾ കൊട്ടിക്കലാശത്തിലേക്ക് എത്തുമ്പോൾ അതിന് മുന്നുള്ള ഓരോ ദിവസങ്ങളിലും അത് പ്രാധാന്യം തെളിയിച്ചിട്ടുള്ളത് തന്നെയാണ്. ഓരോ വിഷയത്തിലും അൻവർ കഴിഞ്ഞ 9 വർഷം MLA ആയിരുന്നു. അൻവർ MLA ആവുന്നതിന് മുമ്പും ഇവിടെ സ്വതന്ത്രനായി മറ്റ് LDFൻ്റെ പിന്തുണ ഇല്ലാതെ മത്സരിച്ചിട്ടുണ്ട്. അൻവർ ഉണ്ടാക്കിയെടുത്തുള്ളൊരു സ്വാധീനം, കാരണം നേരത്തെ ഇത് 2016 വരെ ഇത് കോൺഗ്രസിൻ്റെ ഒരു മണ്ഡലമായിരുന്നു. ആ മണ്ഡലം തിരിച്ചു പിടിക്കുന്ന PV അൻവറിലൂടെയാണ്. PV അൻവറിനെ അത് പിടിച്ചെടുക്കുന്ന PV അൻവറിൻ്റെ വ്യക്തിപരമായ സ്വാധീനവും അയാളുടെ ചില നിലപാടുകളും അയാളുടെ ചില സഹായങ്ങളും ഒക്കെ ഈ മണ്ഡലത്തിലുണ്ടായിരുന്നു. അത് LDFനെ സംബന്ധിച്ചിടത്തോളം LDFന് കിട്ടുന്ന അല്ലെങ്കിൽ CPMന് കിട്ടുന്ന വോട്ടുകൾക്ക് അവർക്ക് കൃത്യമായി കിട്ടും. അതിന് തർക്കമൊന്നുമില്ല. പക്ഷേ PV അൻവറിൻ്റെ സ്വാധീനത്തിലുണ്ടാക്കുന്ന വോട്ട് ഒരു നിർണായകം തന്നെയാണ്. അൻവർ പിടിക്കുന്ന വോട്ട് നിർണായകമാണ്. അത് LDFനും UDFിൽ നിന്നും ആ വോട്ട് PV അൻവറിന് കിട്ടുന്നുള്ള യാതൊരു തർക്കവുമില്ല. അതിനനുസരിച്ചിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും PV അൻവറിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. അത് അൻവർ താഴെ തട്ട് മുതൽ തുടരുന്നത്. നമുക്കറിയാം
ഇന്ന് കൊട്ടിക്കലാശം അൻവർ സംഘടിപ്പിച്ചിട്ടില്ല. അൻവർ ഇന്നലെ വരെ കൊട്ടിക്കലാശമുണ്ട് എന്ന് പറയുന്നത് ഇന്ന് സംഘടിപ്പില്ല. അൻവർ പോകുന്നത് വോട്ടർമാരെ നേരിട്ട് കാണാൻ, ഓരോ കുടുംബങ്ങളെ നേരിട്ട് കാണാൻ, വോട്ട് ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. വളരെ തന്ത്രപരമായ നീക്കങ്ങളാണ് എല്ലാ ഘട്ടത്തിലും അൻവർ നടത്തിയിട്ടുള്ളത്. അത് വോട്ടായി മാറും തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നത്. ഇപ്പോൾ അൻവർ തുടക്കത്തിൽ UDF-ന്റെ ഭാഗമാകുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. അത് വന്നില്ല. അൻവർ ആദ്യം രാജിവെക്കുന്ന സമയത്ത് പറഞ്ഞത് ഞാൻ ഇനി മത്സരിക്കാനില്ല എന്നുള്ളതായിരുന്നു. മത്സര രംഗത്തേക്കില്ല എന്ന് പറഞ്ഞു. അൻവർ പക്ഷേ മത്സര രംഗത്തേക്ക് വന്നു. അൻവറിന്റെ മനസ്സിൽ സത്യത്തിൽ മത്സരിക്കണമെന്നുണ്ടായിരുന്നു? ഒരിക്കലുമില്ല. നമ്മൾ അൻവറുമായി വ്യക്തിപരമായി നമ്മൾ സ്വകാര്യ സംഭാഷണം സംസാരിക്കുമ്പോൾ PV അൻവർ മത്സര രംഗത്തുണ്ടാവുമെന്ന് പുള്ളി പറഞ്ഞിരുന്നില്ല, മത്സരിക്കുന്നില്ല. പുള്ളി പറയുന്നത് UDF-നെ സഹായിക്കും, ഇവിടെ LDF-ന് പിണറായിസത്തിനെതിരെയുള്ള ഒരു മുന്നേറ്റം ഉണ്ടാവും, അത് ഈ തെരഞ്ഞെടുപ്പിലുണ്ടാവും, അത് ഞാൻ കാണിച്ചു കൊടുക്കുമെന്നായിരുന്നു. പക്ഷേ പുള്ളി UDF-ന്റെ ഭാഗമാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. UDF-നെ ഒരുപാട് സഹായിച്ചിരുന്നു. നമുക്കറിയാം, ചുങ്കത്തറ പഞ്ചായത്ത്, ഈ മണ്ഡലത്തിലെ ചുങ്കത്തറ പഞ്ചായത്തിൽ ഭരണം നഷ്ടപ്പെടുന്നത് LDF-ന് ഭരണം നഷ്ടപ്പെടുന്നത് അങ്ങനെയാണ്. അത് PV അൻവറിൻ്റെ ഒരു സ്വാധീനത്തിലാണ് ഒരു മെമ്പർ മാറുന്നത്. അങ്ങനെ UDF-നെ വിവിധ ഘട്ടത്തിൽ സഹായിച്ചിട്ടുള്ള PV അൻവർ UDF-ലെ ഒരു അസോസിയേറ്റ് അംഗത്വം കൂടി നഷ്ടപ്പെടുന്ന സാഹചര്യം വന്നപ്പോൾ അതിൽ പ്രകോപിതനായിട്ടാണ് അദ്ദേഹം ഒരു മത്സര രംഗത്തേക്ക് വരുന്നത്. അത് തീർച്ചയായും UDF-നെ ഏറെ ദോഷം ചെയ്യുന്നത് തന്നെയാണ്. അത് ഒരിക്കലും അൻവർ തൃണമൂൽ കോൺഗ്രസ് എന്നുള്ള പേരിൽ മത്സര രംഗത്തേക്ക് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരു അപ്രതീക്ഷിത നീക്കം തന്നെയായിരുന്നു. PV അൻവറിന്റെ നീക്കങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. അത് എല്ലാ സമയത്തും അപ്രതീക്ഷിത നീക്കമാണ്. അതാണ് സ്ഥാനാർത്ഥിത്വത്തിലേക്കും ഉണ്ടായിട്ടുള്ളത്.